മാക്സിമം ഹോൾഡ് ചെയ്യണേ. കീപ് ഗോയിങ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടിപൊളി അടിപൊളി. സൂപ്പർ. സൂപ്പർ അല്ലേ? വാവ് വാവ് സൂപ്പർ. ഗുഡ് ഗുഡ് ഗുഡ്. സ്റ്റേ സ്റ്റേ സ്റ്റേ. ഗുഡ് 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 ഗുഡ്. നല്ല മൂവ് ആയിരുന്നു കേട്ടോ. അതില് അല്പം മൂവ് എനിക്ക് തരുമോ? എന്റെ നടുവ് പറ്റേ. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒന്ന് ഹസ്ബൻഡ് ഇട്ടൊന്ന് കൊടുത്തിട്ട് പോവാം. നല്ല അടിപൊളിയാണ്. ആള് നിന്നേക്കാൾ കൂടുതൽ ഞാൻ ഇരുന്നിട്ടുണ്ടോന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഞങ്ങളുടെ ടീം ജയിച്ചോ തോറ്റോ അതൊന്നും പ്രശ്നമല്ല. കുഴയുന്നുണ്ട്. ശരി, അപ്പോ എന്തായാലും ടൈം നമ്മളിവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് കളിക്കാന്ന്. എനിവേസ് ഗുഡ് ജോബ്. ഒരു വലിയ കൈഡി. എന്തായാലും വൈഫ് ഇറങ്ങിയ സ്ഥിതിക്ക് ഇനി ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ മോശാവില്ലേ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഹസ്ബൻഡിന്റെ മനസ്സിലുണ്ടെന്ന് എനിക്ക് അറിയാതെ. എന്തായാലും ഞങ്ങളെ ക്യാപ്റ്റൻ അപ്പുറത്തുള്ള ക്യാപ്റ്റനെക്കാളും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. നോക്കാം ശ്രമിക്കാം. ഓഹോ ഓക്കേ. ഇത് പൊളിക്കും കേട്ടോ. ഇത് നോക്കിയോ, ഇതാണ് കറക്കം കണ്ടോ. റെഡി. നിന്നിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ. എന്തൊക്കെ ബഹളമായിരുന്നു. വല്ല ബൂസ്റ്റ് ഒക്കെ കലക്കി കൊടുക്കും. സ്റ്റാമിന ഇല്ല. എന്തൊക്കെ പറഞ്ഞാലും രണ്ട് ടീമാണേലും ഭർത്താവിനെ പറയാൻ വെച്ച് കൊള്ളും കേട്ടോ. അതാണ് ഭാര്യ. ഗുഡ് ജോബ് ഗുഡ് ജോബ്. ഓക്കെ, ഇനി ഇവിടെ ആര് ഗെയിം കളിക്കാൻ വന്നാലും അസ്ഥാനത്ത് കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്ന ബിനീഷ് ബാസ്റ്റേ. ഇനി വരുന്ന മത്സരാർത്ഥിയുടെ ഒരു പ്രത്യേകതയുണ്ട്. കാളയുടെ വയറ്റിലും പുണ്ണാക്ക്, ഇവന്റെ തലയിലും പുണ്ണാക്ക്. അങ്ങനെ ഒരു ചെറിയ സാമ്യമുണ്ട്. അഡ്വഞ്ചർ ഗെയിം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓഹോ, നീ അഡ്വഞ്ചർ ഗെയിമാ, നീ എന്ത് ഗെയിമാ കളിച്ചോ, ആ പാന്റിൽ ഒരു വാഴവള്ളിയെങ്കിലും വെച്ച് കെട്ട്. കരയരുത്. കേറിയിട്ട് കരയൂല. ഉറപ്പല്ലേ? അതെ, ചെയ്യരുത് ചെയ്യരുത്. നീ സ്നഗിയിട്ടായിരുന്നോ? അല്ല, അവൻ കരയില്ല. അവന്റെ അവസ്ഥ കണ്ടിട്ട് നമ്മൾ കരയാനാണ് സാധ്യത കൂടുതൽ. കണ്ടോ വേണ്ട, വയറും വള്ളിയൊക്കെ ഇപ്പോഴേ തെളിഞ്ഞു. ഇത് ജല്ലിക്കട്ട്. കൗണ്ട് ഡൗൺ പ്ലീസ്. ഒരു 5 സെക്കൻഡ് കൂടെ. സുഹൃത്തുക്കളെ 5 സെക്കൻഡ്. ഞാൻ പറഞ്ഞില്ല ഇവനെ കൊണ്ടൊന്നും പറ്റിയൊന്നുമില്ല. എന്ത് ബിനീഷ, സ്റ്റാമിന ഇല്ലടേ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. കേറിയപ്പോ അവൻ പൽവാർ ദേവനായിരുന്നു, ഇപ്പൊ അവൻ പല്ലുപോയ ദേവനായി. എനിക്ക് അമ്മച്ചിനെ കാണണം. അമ്മച്ചിയെ കാണണം. പൽവാർ ദേവൻ അവിടെ കിടന്ന പല്ലു വാരുന്നു. ഞാൻ വലിയ പ്രതീക്ഷല്ലാട്ടോ വിട്ടെ. കാരണം എന്താന്നോ, ഹസ്ബൻഡിനെ ബൂസ്റ്റ് ഒക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു വിടുന്ന് താക്കിയപ്പോ ഞാൻ വിചാരിച്ചു പോയിട്ട് ജയിച്ചേ വരുവുള്ളൂ. ഇത് എനിക്ക് ബൂസ്റ്റ് കൊടുക്കണേനേക്കാൾ അതിന് കുറച്ച് പിണ്ണാക്ക് കൊടുക്കും.